അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഹായ്. അപ്പോൾ കുറേ ദിവസമായില്ലേ ലഞ്ചും മീൽസും മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് വിചാരിച്ച ഒരു ബിസ്ക്കറ്റും ആയിട്ട് വരാമെന്ന്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് കുക്കീസാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് ഈ കോക്കനട്ട് കുക്കീസ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ആ ഒരു ഗ്ലാസ് ജാറിൽ കാണുമ്പം പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉമ്മ എപ്പോഴും വാങ്ങി വെക്കുന്ന കുറേ ബേക്കറി ബിസ്ക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ട് എന്ന് തന്നെ പറയാമല്ലോ. അപ്പം ആ ഒരു കോക്കനട്ട് കുക്കീസ് കുറേ ദിവസമായി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയപ്പം നിങ്ങൾക്കുമായിട്ട് ഇത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഈസിയാണ്, ഒരുപാട് ഇടങ്ങാറൊന്നുമില്ല, നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവുന്ന ഒന്നാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, ബേക്കറിയിൽ നിന്ന് വാങ്ങണ്ടല്ലോ. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ബിസ്ക്കറ്റിന് ആവശ്യമുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മുക്കാൽ കപ്പോളം ഗീ എടുക്കണം, അല്ലെങ്കിൽ ബട്ടർ എടുത്താലും മതി. പിന്നെ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം, കപ്പ് മൈദ വേണം, ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര പൊടിച്ചതും വേണം, പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു നുള്ളു ഉപ്പും വേണം. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗീ അല്ലെങ്കിൽ ബട്ടർ എടുക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഉപ്പിടുന്നത് ആ ഒരു സ്വീറ്റും ഒക്കെ ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഒരുപാട് വേണ്ട, ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് മതിയാവും. എന്നിട്ടിത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയെടുക്കാം. ഈ ഒരു നെയ്യും അതുപോലെ തന്നെ പഞ്ചസാര പൊടിയും കൂടെ നന്നായി മിക്സാക്കിയിട്ട് ഒരു പേസ്റ്റ് പോലെയായി വരും. അതുവരെ നന്നായിട്ടൊന്നങ്ങ് ഈ ഒരു എന്താ പറയുക റബ്ബർ സ്പെറ്റുല വെച്ചിട്ട് തന്നെ മിക്സാക്കിയെടുത്താൽ മതി. നമുക്കൊരു ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇപ്പം മിക്സാക്കി എടുത്തിട്ടുണ്ട്, നല്ലൊരു പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുക, കൂടെ തന്നെ മൈദയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൈദ ഒരുപാട് കൂടണ്ട, അപ്പോൾ മൈദൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. നമുക്ക് കോക്കനട്ട് കുക്കീസ് ആണല്ലോ, അപ്പം കോക്കനട്ടിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് മൈദ ചേർക്കണ്ട. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയെടുക്കണം. എന്നിട്ട് നല്ലൊരു മാവാക്കിയിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിൻ്റെയും പൂരീൻ്റെയൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ, പക്ഷേ ലൂസായി പോകരുത്. ഈ ഒരു ഗീയിൽ തന്നെ ഒന്നങ്ങ് ടൈറ്റാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് കുഴക്കുമ്പോഴും പൊടിഞ്ഞു പൊടിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ഗീ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ടൈറ്റാക്കി കുഴച്ചെടുത്താൽ മതി. പിന്നെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതല്ലാണ്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, എല്ലാവരും ഒന്ന് കാണുക, എന്നിട്ട് വീട്ടിലുണ്ടാക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊരു മാവാക്കിയിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. അപ്പം വലിയ സൈസൊന്നും വേണ്ട, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വലിപ്പം മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ആദ്യം ഇങ്ങനെ ബോളാക്കി എടുക്കട്ടെ, എന്നിട്ട് ഓരോന്നും പരത്തിയെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് പരത്താനൊന്നും ഇല്ല. ഇത് രണ്ട് കൈയിലും വെച്ചിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേർമയാക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് അതിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഞാനിപ്പം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓവനിലല്ല കുക്ക് ചെയ്തെടുക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ്. ഓവൺ ഇല്ലാത്തവർക്കും ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓവനിൽ ചെയ്യാനാണെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്കൊരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്ന് മൈദ വിതറി കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് അവിടെ ഒട്ടിപ്പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലും മൈദയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പ്ലേറ്റിലേക്ക് ബിസ്ക്കറ്റിൻ്റെ മാവ് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് അടുപ്പിച്ചിട്ട് വെക്കണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഓരോ പ്ലേറ്റിൻ്റെ കണക്കായിട്ട് 4 or 5 വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 5 വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ടും ഞാൻ ഹാഫ് പീസ് ചെറീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഞാൻ ആ ബിസ്ക്കറ്റിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടും മുകളിലൊന്നങ്ങനെ അങ്ങ് വിതറി കൊടുത്താൽ മതി. അപ്പം ബേക്കായി വരുമ്പം കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാനിപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ചൂടാവട്ടെ.
എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ട്രേൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിപ്പം ബിസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കണം. ഏറ്റവും തീ കുറച്ചിട്ട് വെക്കണം. എന്നിട്ട് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പം ഗ്ലാസിൻ്റെ മൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബേക്കായി വരുന്നതിൻ്റെ ആ ഒരു ടൈം. കുറഞ്ഞതൊരു 10 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇത് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അടിഭാഗം നന്നായിട്ട് എന്താ പറയുക, നന്നായി മൊരിഞ്ഞിട്ട് നല്ലൊരു ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട്. മുകൾ ഭാഗവും കളറ് മാറിയിട്ടുണ്ട്, പക്ഷേ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ആ സോഫ്റ്റ്നെസ് അത്ര മൈൻഡ് ചെയ്യേണ്ടയില്ല. കാരണം ചെറിയ സോഫ്റ്റ്നെസ്സൊക്കെ ഒന്ന് ചൂടാറി ഈ ബിസ്ക്കറ്റ് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നന്നായിട്ട് എന്താ പറയുക, നല്ല ഹാർഡാവും. നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ടെക്സ്ചറായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മേലെ അത്ര സോഫ്റ്റായി എന്ന് വിചാരിച്ചിട്ട് എടുക്കാണ്ട് നിൽക്കണ്ട. 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഇനി ഇത് പുറത്തിങ്ങനെ വെക്കുമ്പോഴേക്കും ആ ഒരു സോഫ്റ്റ് മാറി 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 വന്നോളും. സാധാരണ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ടെക്സ്ചറായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ. നന്നായിട്ട് ചൂടാറി നല്ല തണുത്ത് വരുന്നത് വരെ ബിസ്ക്കറ്റ് അവിടെ അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് നമുക്കിത് തിന്നാം. അപ്പം നല്ലൊരു ടേസ്റ്റായിട്ടുള്ള എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റാണിത്. നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ആ ഒരു ഉണ്ടാക്കുന്ന ദോവും അതുപോലെ തന്നെ ബേക്ക് ചെയ്യുന്നതിൻ്റെ ടൈമുമാണ് നമ്മൾ ശരിക്കും ഇത് കാണണ്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആർക്കും ഉണ്ടാക്കാം. ഒന്നും അറിയാത്ത എന്നെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിസ്ക്കറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാം. അപ്പോൾ ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും നന്നായിട്ട് തണുത്ത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നന്നായി ക്രഞ്ചിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് തിന്ന് നോക്കുകയാണ്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് തിന്നുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ചെറിയും കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കൂ. നിങ്ങൾക്കും ഇഷ്ടമാവും ഇതുണ്ടാക്കിയാൽ, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിലുണ്ടാക്കി നോക്കുകയും ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. അൻറ്റിൽ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.